മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടാം വർഷമായി മത്തവിലാസം രണ്ടാം ദിവസമായിരുന്നു നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ വാതിൽ മാടത്തിൽ അരങ്ങത്ത് വായിക്കുന്നത് സർവശ്രീ ഹരി നമ്പ്യാരാണ്. സാഹിത്യകാരി വേഷം കൊടുക്കുന്നത് വിശ്വസനീയനായ സുപ്രസിദ്ധ നാരായണ ചാക്യാരാണ്. ഇടയ്ക്ക വായിക്കുന്നത് തിരുവറ അടിയന്തരമാരാർ ശ്രീ മഹേന്ദ്രന്മാരാർ എന്നിവരാണ്. ഇന്നത്തെ പ്രധാന കഥ മഹാദേവൻ്റെ തപസ്, പാർവതി പരിചരണം, പാർവതി പരമേശ്വര വിവാഹം, കാമദഹനം, കുമാരസംഭവം, ഭദ്രകാമനം, ലോകേഷു യത്തെ കരണീയമേഷു അനുഗ്രഹം സംസ്മരണ പ്രവൃത്തം ഇച്ഛാമി സംവർദ്ധിതുമന്യയാദേ.
യാത്രാമയം നൃത്തം നിഷ്പ്രതിബദ്ധബോധമഹിമാ യഃ പ്രേക്ഷകശ്ച സ്വയം സൗവ്യാപ്താവനി ഭാജനം വിശദുവോ ദിവ്യകവാരി ശാ ഉണൃതാനാശ്രിത്യ ഭേദൻ യതം ഭാവാവേശവശൽ നീരരസദം ത്രൈലോക്യ യാത്രാമയം നൃത്തം നിഷ്പ്രതിബദ്ധബോധമഹിമാ യഃ പ്രേക്ഷകശ്ച സ്വയം സൗവ്യാപ്താവനിഭാജനം വിശദുവോ ദിവ്യകവാരി യശാ സാ ദിവ്യകവാരി വാ യശ ദിശഊ ദിശഊ
പുറപ്പാട്, നിർവഹണം, സവാരി, ഇങ്ങനെ 3 രീതിയിലാണ് ഈ കൂത്തോടെ പൂർത്തിയാവുന്നത്. ഒന്നാമത്തെ ദിവസത്തിന് പുറപ്പാട്, രണ്ടാമത്തെ ദിവസത്തിന് നിർവഹണം. നിർവഹണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം വരാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെ പൂർവ്വകഥ ആയിട്ടുള്ള ഭാഗമാണ്. ആ കഥ വരാനുള്ള കാര്യം എന്താണെന്നുള്ളതാണ് നിർവഹണത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ ജനനം, സന്താനം ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭഗവാൻ താരകാസുരൻ്റെ ഉപദ്രവം നിമിത്തമായിട്ട് എന്താ വേണ്ടതെന്ന് അറിയാതെ വേണ്ടി ദേവന്മാരെ പോലും പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ. അപ്പോൾ ആലോചിച്ച് നോക്കണം, ബ്രഹ്മചാരി ആയിട്ടുള്ള ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് വേണം താരകാസുരനെ നിഗ്രഹിക്കാൻ. കാരണം പരമടിച്ചിരിക്കുന്ന അങ്ങനെയാണ്, ഭഗവാന്റെ പുത്രനാണ് തന്നെ നിഗ്രഹിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം ദേവന്മാർ തന്നെ കാമദേവനെ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് പാർവതി അദ്ദേഹത്തിനെ പൂജിക്കാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു നിമിഷത്തിൽ കാമദേവന്റെ ആ അസ്ത്രം, സമ്മോഹനാസ്ത്രം അദ്ദേഹം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നിമിഷത്തിൽ അനുരാഗം തോന്നുകയും അതിനുശേഷം കാമദേവനെ അവിടെ നിഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ 3-ാം ഘട്ടം തുടർന്ന് ഇതിനെയായിട്ട് കാമദേവനെ നിഗ്രഹിക്കുക. ആ ഭാഗം ഞാൻ അവസാനിക്കുകയും ചെയ്തു. പിന്നെ കുറേ കാലം പാർവതി അതിനുശേഷം തപസ് ചെയ്തു. സുഖമായിരിക്കുന്ന തപസ് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പരമേശ്വരൻ പാർവതിയുടെ അടുത്ത് തന്നെ ആഗ്രഹിക്കുന്നത് സത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേഷപ്രച്ഛന്നനായിട്ട് ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് വന്ന് പരീക്ഷിക്കുകയൊക്കെ പാർവതി ചെയ്യുന്നുണ്ട്. പാർവതി എന്തായാലും താൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഈശ്വരനെ വേണം ഭർത്താവായിട്ട് ഇരിക്കാനുള്ള ആ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പാർവതി അത് മനസ്സിലാക്കിയതിന് ശേഷം പാർവതി സ്വയംവരം നടത്തുന്നു. അപ്പോൾ അതാണ് സ്വയംവരത്തിന് മുന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെയാണ്. അതിനുശേഷം ഗണപതി ഉണ്ടായി. ഗണപതി ഉണ്ടായതിനു ശേഷം അതിനുശേഷം സുബ്രഹ്മണ്യൻ ഉണ്ടായി. സുബ്രഹ്മണ്യനെ സർവ്വസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സൈന്യങ്ങളുടെയും അധിപനായിട്ട് അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം യുദ്ധത്തിനായിട്ട് പോകുന്നു. യുദ്ധത്തിനെ തട്ടിവെച്ച് സൈന്യങ്ങളെല്ലാവരോടും കൂടി യുദ്ധത്തിനായിട്ട് പോകുന്നു. അങ്ങനെ താരകാസുരനെ നിഗ്രഹിക്കാൻ പറ്റുന്നില്ല. സുബ്രഹ്മണ്യനെ നിഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം രക്തബീജന്മാരുണ്ടാവുകയാണ്. അദ്ദേഹത്തിന് ആണെങ്കിൽ രക്തം ഭൂമിയിൽ വധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ കൊണ്ട് എല്ലാവരും പരിശ്രമിച്ച സമയത്ത് തിരിച്ച് ഭഗവാന്റെ സമീപത്തിൽ തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം ഭദ്രകാളിയെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭദ്രകാളി അവിടെ യുദ്ധഭൂമിയിൽ ചെല്ലുന്നു. ഇവരെല്ലാവരും അമ്പ് ചെയ്ത് അല്ലെങ്കിൽ അസ്ത്രം പ്രയോഗിച്ച് നിഗ്രഹിക്കുന്ന രക്തം മുഴുവൻ ഭൂമിയിൽ പതിക്കാതെ തൻ്റെ നാവുകളെ കൊണ്ട് അത് മുഴുവൻ ഭദ്രകാളി കുടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ താരകാസുരൻ രക്തബീജന്മാരിൽ നിന്ന് നിഗ്രഹിക്കുന്നു. അത് ഇവിടെ അഭിനയിച്ചു. അതിനുശേഷം ഭദ്രകാളിക്ക് ദേവിക്ക് കോപം നിൽക്കുന്നില്ല. ഇനിയും വേണം, ദാഹം ക്ഷണിക്കുന്നില്ല. ചിലപ്പോൾ പിന്നെയും ഈ വരുന്ന എല്ലാവരെയും പിടിച്ച് തിന്നാനായിട്ട് അവരുടെ നേരമൊക്കെ പ്രയോഗിക്കുന്ന സമയത്ത് എല്ലാവരും പേടിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയാതെ കണ്ട് അപ്പോൾ ദേവിയുടെ ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് തടയേണ്ടതെന്ന് അറിയാതെ കണ്ട് ഈ പരമേശ്വരൻ്റെ സന്നിധിയിൽ ചെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനും ആ വരവ് കാണുന്ന സമയത്ത് പേടിയായി. അപ്പോൾ അദ്ദേഹം ആ ഭദ്രകാളിക്ക് അല്ലെങ്കിൽ ആ കോപം ശമിക്കാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ നൃത്തം ചെയ്ത സമയത്ത് ഭദ്രകാളിയും നൃത്തം ചെയ്തു. അത് കണ്ട് നമ്മുടെ ദേവന്മാരെല്ലാവരും നൃത്തം ചെയ്തു. അങ്ങനെ എല്ലാവരും പ്രേക്ഷക ശക്തി എപ്പോഴാണ് കാണുന്ന ആൾ ഒന്നായി തീർന്നിരിക്കുന്ന ഒരവസ്ഥ എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്, ആ നൃത്തം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും അത് രക്ഷ കിട്ടുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അതായത് സത്യസ്വാമിൻ്റെ ശിവസാഹിത്യം ലഭിച്ച സത്യസ്വാമിൻ്റെ നൃത്തം കണ്ടാൽ മതി എന്നുള്ളത് അവിടുന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് നാളെ ആ സത്യസ്വാമൻ എങ്ങനെയാണോ ഭഗവാൻ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അത് ചെയ്യുന്നു. ആ നൃത്തം ആണ് നമ്മുടെ ലക്ഷ്യം. നൃത്തം കണ്ട് അതായത് ഭഗവാന്റെ താണ്ഡവം തന്നെയാണ്. ആ നൃത്തം തന്നെ നമ്മളത് കാണാൻ അതാണ് നാളത്തെ പ്രധാനം. ഇത് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രീതമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതാണ് നൃത്തം. കോപശമനത്തിന് ഏറ്റവും നല്ലൊരു
കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അനുഷ്ഠാനപരമായിട്ടുള്ള ഈ ഒരു കലാരൂപം നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ പണ്ട് മുതലേ തന്നെ 2000 വർഷം പഴക്കമുണ്ട്. അന്ന് മുതലേ ഇത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുലത്തൊഴിലായിട്ട് ചാക്യാർ നമ്പ്യാർ നൽകിയ ഇവരുടെ കുലത്തൊഴിലാണ്, അവരുടെ നിത്യവൃത്തിയാണ്. അവരാണ് ഇത് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ഇത്രയും കാലമായിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ഈ ഒരു വഴിപാടുകൾ ഭഗവാന്റെ ഔപശമനത്തിനും ഭഗവാന്റെ പ്രീതിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രീരുദ്രത്തിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ക്ഷിപ്രകോടിയുമാണ്, ക്ഷിപ്രപ്രസാദിയുമാണ് അദ്ദേഹം. അതുകൊണ്ട് ചെറിയൊരു നീരസമതി അദ്ദേഹത്തിന് നമ്മളോട് എന്തെങ്കിലും ചെറിയ കാര്യം അദ്ദേഹത്തിന് ഇഷ്ടമായാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ തരും. അങ്ങനെയുള്ള അർജുനനെ പാശ്വതാസ്ത്രം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ത്രൈലോക്യം ചെയ്യാക്കിയത്. അദ്ദേഹം ആലോചിച്ചതുണ്ട്, എനിക്ക് എൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ ദ്രോണാചാര്യ ഭീഷ്മാചാര്യ തുടങ്ങിയിരിക്കുന്ന ആചാര്യന്മാരെ ജയിക്കാൻ ശക്തിയോടുകൂടിയിട്ടുള്ള ഒരു പാശ്വതാസ്ത്രം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നവനോന്മേഷശാലിയായിരിക്കുന്ന ആ സിദ്ധിയെ കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ത്രൈലോക്യ വിജയാക്കി തീർക്കുന്ന പാശ്വതാസ്ത്രം കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിനും കൂടി സന്തോഷമായി കഴിഞ്ഞാൽ, ആ പ്രവൃത്തിയിൽ സന്തോഷമായി കഴിഞ്ഞാൽ അദ്ദേഹം തരുന്നതിന് കണക്കുണ്ടാവില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ചെറിയൊരു കാരണം മതി. കാമദേവൻ അവിടെ വന്നു, കാരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം കാരണം കാമദേവൻ തന്നെ ജയിച്ചു പോകുന്ന അവസ്ഥകളുണ്ടായത്. അതുകൊണ്ട് എല്ലാവരും നാളെ മുടങ്ങാതെ തന്നെ വന്ന് ഭഗവാനെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കുക. കാരണം ഇതിന് ഈ അനുഷ്ഠാന ചടങ്ങുകൾക്കൊക്കെ സത്യം ദൈവവുമായിട്ട് നിങ്ങൾക്ക് ചെറുകിട്ടിന് ഒരു അമ്പലത്തിന് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് മുതലേ തന്നെ കൂത്തമ്പലത്തിനും കയ്യമ്പലത്തിലും ആയിട്ടത് നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഭഗവാനുമായിട്ടുള്ള ഇതിൻ്റെ അടുപ്പമാണ്. അനുഷ്ഠാനപരമായിട്ടുള്ള താന്ത്രിക വിധിപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നാളെ വരിക, പ്രത്യേകിച്ചൊന്നുമില്ല. ആർക്കെങ്കിലും ഇതിലേക്ക് തെച്ചിപ്പൂ, ഇതിൻ്റെ ആഭരണം സർപ്പാഭരണമാണ്, സർപ്പാഭരണത്തിന് പ്രതീകമായിട്ടാണ് ഇതിൻ്റെ തെച്ചിപ്പൂ നാളത്തെ വേഷത്തിന് അലങ്കാരമായിട്ട് കെട്ടുന്നത്. ആർക്കെങ്കിലും അത് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ 12 കൊടുത്താൽ മതി. അത് എടുത്തോളാം. എന്തായാലും വൈകുന്നേരം കണ്ട രാവിലെ തന്നെ കൊടുക്കാൻ പറ്റും കൊടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കാൻ പറ്റും കൊടുക്കുക. അപ്പോൾ നാളെ അതിൻ്റെ പ്രസാദമാണ് നാളെ എല്ലാവർക്കും ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് നമ്മൾ കപാലി വരുന്നത്. നാളത്തെ ഭാഗം എന്ന് പറയുന്നത് നാളെ നമ്മളിപ്പോൾ ആദ്യം അഭിനയിച്ച ഭാഗത്തിലേക്ക് എപ്പോഴാണോ പ്രേക്ഷകസ്ഥ എപ്പോഴാണോ അത് ആ നൃത്തം ഉണ്ടായത്, അങ്ങനെയാണ് കാണുന്ന ആൾ കേൾക്കുന്ന ആൾക്ക് അതേപോലെ ആയത്. അത് നാളെ സത്യസോമനത്തോടെ ഭൂമിയുടെ ജനങ്ങൾ. അപ്പോൾ നാളെ സത്യസോമൻ്റെ കഥയാണ്, ദേവസ്വാമി ആയിട്ടുള്ള കഥയാണ് നാളെ വരുന്നത്. ആദ്യത്തെ ഭാഗം രംഗം എന്ന് പറയുന്നത് ഭഗവാന്റെ നൃത്തം തന്നെയാണ്. അനുഷ്ഠാനപരമായിട്ടുള്ള ശാരീരിക തന്നെയാണ്. ഓരോ കാര്യം എടുക്കുന്നതിനും കാര്യങ്ങൾക്കും ഒക്കെ ദൈവികമായിട്ടുള്ള പല അനുഷ്ഠാന ക്രിയകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള താളാത്മകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞാൽ നമ്മൾ പോയി തൊഴുകുന്ന സമയത്താണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. കമ്മിറ്റി ദേവസ്വം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് അവർ കൃത്യമായിട്ട് അവരുടെ റൂൾ അനുസരിച്ച് തന്നെ നിൽക്കുക, തെറ്റിക്കരുത്. കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെ വേണം. ആ സമയത്ത് കിടക്കോട്ടത് ദേഷ്യം വരുന്നത് ഒരാൾ മുമ്പ് പോയി ഞാനാണ് എന്നുള്ള ഒരു കാര്യം വേണ്ട. എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ പോകാം. കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് തുടങ്ങുന്ന മുതൽ അവസാനം വരെ എനിക്ക് ആ ഒരു പ്രാർത്ഥന നടത്തിത്തരണം എന്നുള്ളത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് പ്രാർത്ഥന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തൊഴിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കൂടി അവതരിപ്പിക്കുകയാണ്. അതിലാണ് ഞാൻ ആ സമയത്ത് ഞാൻ പറയാം എന്താണ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ നാളെ എല്ലാവരും എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും. കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും കൂടി വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസാദം മേടിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും നിർവഹണം നമുക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ നാളെ എല്ലാവരും നേരത്തെ തന്നെ ഈ നാട്യം ആരംഭിക്കുന്നതിന് ദീപാരാധനയ്ക്ക് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പറഞ്ഞു. കഴിഞ്ഞ് ഭക്ഷണം പ്രസാദം ഇട്ട് ബാക്കി എന്തായാലും അദ്ദേഹം പറയും. വേറൊന്നും സംശയമൊന്നും ഇല്ലാതെ ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ് കപാലി കഴിഞ്ഞ് നമ്മൾ തൊഴുത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കാണിച്ചത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ പറയുക പ്രസാദം തരും. പ്രസാദം എന്ന് പറയുന്നത് ഈ തെച്ചിപ്പൂ മാല തന്നെയാണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് ശുദ്ധമല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. നമ്മൾ വിളക്ക് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ വേണ്ടി വയ്ക്കുക, അവിടെ ഒന്നും വെച്ച് പോകരുത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തരുന്ന സമയത്ത് നമുക്കൊരു എല്ലാവരും പ്രാർത്ഥിച്ച്
ദോഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നെയ്ത്തിരി കൂടെ വെച്ചിട്ടുണ്ടാവും. അത് കത്തിച്ച് ഒന്ന് ഒഴിഞ്ഞ് അത് വെച്ച് സമർപ്പിക്കണം. അപ്പോൾ ദക്ഷിണയും ദക്ഷിണയും കൊടുത്ത് പ്രസാദം മേടിച്ച് പോവുക. അപ്പോൾ ഇതാണ് നാളത്തെ ചടങ്ങ്. അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും നേരത്തെ വൈകുന്നേരം വരികയാണെന്ന് കുറിച്ച് വെള്ളമൊക്കെ കുറിച്ച് കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുള്ള തോന്നുന്നില്ല. കുട്ടികളാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ